ആദർശിന്റെ പഴയകാല സുഹൃത്താണ് ശ്വേത. ശ്വേതയുടെ തിരിച്ചുവരവ് നയനെ വല്ലാതെ അപ്സെറ്റ് ആക്കിയിരിക്കുകയാണ് കേട്ടോ. ആദർശ് ഏത് നേരവും ശ്വേതയുടെ കൂടെ ആയിരിക്കും സംസാരവും നടത്തവുമെല്ലാം. ശ്വേത ഒരു അത്യാവശ്യ കാര്യത്തിനായിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. പക്ഷേ ആ വിവരം തന്നെ നയനയ്ക്ക് അറിയില്ല കേട്ടോ. ശ്വേതവുമായിട്ടുള്ള ആദർശിന്റെ ഫ്രണ്ട്ഷിപ്പും അറിയില്ല. അപ്പം നയന തെറ്റിദ്ധരിക്കുകയാണ് ആദർശും ശ്വേതയും തമ്മിൽ സ്നേഹത്തിലാണെന്നുള്ള കാര്യം. അങ്ങനെ നയന ആകെപ്പാട് ടെൻഷൻ ആവുന്നുണ്ട് കേട്ടോ. നയന അങ്ങനെ വീട്ടിലേക്ക് വന്നതിന് ശേഷം ഭയങ്കരമായിട്ട് ആദർശിനോട് ദേഷ്യപ്പെടുന്നൊക്കെ ഉണ്ട്. ആദർശിനോട് പറയാണ് നിങ്ങൾക്ക് എൻ്റെ സ്വഭാവം ശരിക്കും അറിയില്ല എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട്. ആദർശ് ഓർക്കണല്ല ഇവളെന്തിനാ ഇങ്ങനെയൊക്കെ ദേഷ്യപ്പെടുന്നേ, ഞാൻ എന്ത് തെറ്റ് ചെയ്യുന്നൊക്കെ ആദർശ് ആലോചിക്കുന്നുണ്ട്. അങ്ങനെ ഹാളിൽ വെച്ചിട്ട് ഇവള് ഇങ്ങനെ ചായ ചോദിക്കാൻ പഠിച്ചു നിൽക്കുകയാണ് ആദർശ്. പക്ഷെ ആദർശിന് ചായ വേണമെന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് നയന പറയുന്നുണ്ട് ഇവിടെ ആർക്കും ചായ ഒന്നും ഇല്ല എന്നൊക്കെ പറയാണ്. അപ്പോഴേക്കും ആദർശ് പതിയെ അബിയോട് പറയാണ് എടാ ചായ വേണമെന്ന് നീ ഒന്ന് പറഞ്ഞു, എനിക്ക് ഇച്ചിരി ചായ വേണം, 3 പേർക്ക് എടുക്കാൻ പറയാന്ന് പറയുന്നുണ്ട്. ദേ നവ്യ കൊച്ചു ചായ എടുത്തേ, ഞങ്ങൾക്ക് 3 പേർക്കും വേണമെന്ന് പറയുന്നുണ്ട്. ശരിയെന്നും പറഞ്ഞിട്ട് എടുക്കുകയാണ്. നയന പറയുന്നുണ്ട് കണ്ടില്ലേ ഞാൻ കൊടുക്കത്തില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് മനപ്പുറം ചേച്ചിയോട് പറഞ്ഞതാന്ന് പറയാണ്. അങ്ങനെ നയന പറയുമ്പോഴേക്കും നവ്യ പറയണം അത് ശരിയാ നീ പറഞ്ഞത്, ആൾക്ക് നല്ല ചമ്മലുണ്ടല്ലോ ഇപ്പം, നീ ദേഷ്യപ്പെടുന്നുണ്ട്, ഭയങ്കര ഒരു വലിഞ്ഞു നിപ്പല്ലെന്ന് ചോദിക്കുകയാണ്. പിന്നെ ദേഷ്യപ്പെടാതിരിക്കോ, ഇങ്ങനെയൊന്നും ആദർശം കാണിക്കുന്നു ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ആ ശ്വേതയുടെ കൂടെ ഇപ്പം എപ്പോഴും ശ്വേതയുടെ കൂടെ ഓഫീസിലേക്ക് പോകുന്നു, വീട്ടിലേക്ക് പോകുന്നു, എന്തൊക്കെയാണ് കാണിക്കുന്നത്, എനിക്കിപ്പോൾ ദേഷ്യം സഹിക്കാൻ വയ്യെന്നൊക്കെ പറയുന്നുണ്ട്. നവ്യ പറയാണ് അത് ജസ്റ്റ് ഫ്രണ്ട്സ് വല്ല ആയിരിക്കും, നിന്നെ ഒന്ന് പൊസസീവ്നെസ് അടിക്കാൻ വേണ്ടിയിട്ട് ആദർശൻ അങ്ങനെയൊക്കെ ചെയ്യുന്നതായിരിക്കും എന്നൊക്കെ പറയാണ്. അങ്ങനെ നയന ചൂടോടെ കാഫി ഉണ്ടാക്കുന്നുണ്ട്. അത് നവ്യ ആണെങ്കിൽ കൊണ്ടുപോയി കൊടുക്കാൻ നേരത്ത് അനി അത് വാങ്ങിക്കൊണ്ടെങ്കിൽ അന്നേരം ഏട്ടത്തി ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് 2 പേർക്ക് സെർവ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ആദർശ് പത്രമൊക്കെ വായിച്ച് വലിയ ഗാംഭീര്യത്തിലൊന്ന് ചായ കുടിക്കാന്ന് പറഞ്ഞിട്ട് ചായ വായിട്ട് വെക്കലും വാ പൊള്ളി പോകുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് ആന്ന് വെച്ചിട്ട് എല്ലാവരും നോക്കുമ്പോഴേക്കും ഒന്നും അറിയാത്ത രീതിയിൽ റൂമിലേക്ക് ഓടുകയാണ്. അങ്ങനെ റൂമിലേക്ക് ഓടിപ്പോയി ചായ വെച്ചിട്ട് ദുഷ്ടത്തി ചായ ചൂടാണെന്ന് ഒന്നും പറയത്തില്ലായിരുന്നോ, നാണംകേടായിപ്പോയി അവളുമാരൊക്കെ മുമ്പിൽ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ആദർശിൻ്റെ റൂമിൽ ഇരിക്കുമ്പോഴേക്കും അവിടെ ഒരു ആമാടപ്പെട്ടിക്കുള്ളിൽ ഇങ്ങനെ എന്തോ ഇരിക്കുന്ന പോലെ നോക്കുമ്പോഴേക്കും ആദർശ് തുറക്കുകയാണ്. ഇതെന്താ ഈ പെട്ടിയിൽ പുതുതായിട്ട്, ഏതാ ഈ പെട്ടി എന്നൊക്കെ ആലോചിച്ചിട്ട് പെട്ടി തുറക്കുകയാണ്. ആഹാ ഇതിനകത്ത് കുറേ പേപ്പർ എഴുതി ചുരുട്ടിയിട്ടുണ്ടല്ലോ, എന്താണെന്ന് പറഞ്ഞ് ആദർശ് തുറന്ന് നോക്കാൻ നേരത്തേക്ക് ഓടി നയന വരുന്നുണ്ട്. നയന വന്നിട്ട് ആദർശിട്ട അത് എടുക്കരുത്, അത് വായിക്കരുതെന്ന് പറഞ്ഞെന്ന് പറയുമ്പോഴേക്കും ഇതെന്താണെന്ന് ഞാനും അറിയണമല്ലോ എന്ന് പറഞ്ഞ് 2 പേരുടെ പിടിയും വലിയൊക്കെ നടക്കുന്നുണ്ട്. അപ്പോഴേക്കും ആദർശാണെങ്കിൽ നീ ഇങ്ങോട്ട് വന്നേന്നും പറഞ്ഞിട്ട് ഒരു ഷാളെടുത്ത് നയനയുടെ കൈ രണ്ടും ചുറ്റി ഇങ്ങനെ കെട്ടി വെക്കുന്നുണ്ട്. മര്യാദയ്ക്ക് അവിടെ ഇരിക്കണീന്നും പറഞ്ഞിട്ട് ആ ബോക്സുള്ള പേപ്പേഴ്സൊക്കെ ഓരോന്നായിട്ട് വായിക്കണം. അതിനുള്ളിൽ ആദർശേട്ടന് എന്നോട് പറയാതെ ആ ശ്വേതനെ രഹസ്യമായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, അതെന്തിനായിരിക്കും അത് ചോദിച്ചിട്ട് പോലും അയാളൊന്നും പറയുന്നില്ല, എനിക്കയാളെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട്, അവളുടെ കൂടെ വീട്ടിലേക്ക് പോകുന്നു, ഓഫീസിലേക്ക് പോകുന്നു, ഇതെല്ലാം ഞാൻ അറിഞ്ഞുകൊണ്ടാന്നൊക്കെ പറഞ്ഞിട്ട് നയന ഇങ്ങനെ കുറേ പേപ്പേഴ്സ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഇങ്ങനെ ആദർശ് വായിച്ചു നോക്കിയിട്ട് ഓഹോ അപ്പം നീ ഒരു പൊസസീവ്നെസ്സുകാരിയാണല്ലേ, ഇത്രയൊന്നും ഞാൻ കരുതിയില്ലെന്ന് പറയുമ്പം എനിക്ക് ആരോടും പൊസസീവ്നെസ് ഒന്നും ഇല്ല എന്നൊക്കെ പറയുമ്പോഴേക്കും എനിക്കിപ്പോൾ മനസ്സിലായി, ഓഫീസിൽ വെച്ച് നിങ്ങൾ എന്നോട് പറഞ്ഞില്ലേ ഞാൻ നിങ്ങളുടെ ഭാര്യയാണുള്ള യാതൊരു യോഗ്യത ഇല്ലാത്തവളാണെന്ന്, അതുകൊണ്ടായിരിക്കുമല്ലോ ഇപ്പോൾ ശ്വേത എന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് നയന ചോദിക്കുകയാണ് അല്ല എൻ്റെ ഭർത്താവാകാനുള്ള എന്ത് യോഗ്യത നിങ്ങൾക്കുള്ളതെന്ന് ചോദിക്കുമ്പം ആദർശ് ചോദിക്കുകയാണ് എനിക്കെന്താ കുഴപ്പം, ഞാൻ പെർഫെക്റ്റ് ആൻഡ് ഫിറ്റ് അല്ലെന്ന് ചോദിക്കുമ്പം അതൊക്കെ നിങ്ങളുടെ വെറും തോന്നല, നിങ്ങളൊക്കെ എൻ്റെ കാൽ ദൂസിക്ക് സമം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും ആദർശ് തന്നെ സ്വന്തമായിട്ട് ആലോചിക്കുകയാണ് ഇവളെന്താ ഈ പറയുന്നേ. നയന പറയുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് എന്നോട് യാതൊരു പൊസസീവ്നെസ് ഇല്ലെന്നാണല്ലോ പറയുന്നതല്ലേ, അങ്ങനെയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം, നാളെ തൊട്ട് നിങ്ങൾ പൊസസീവ്നെസ് അടിച്ച് ഏതിൽ നടക്കുന്നത് ഞാൻ കാണിച്ചു തരാമെന്ന് പറയുന്നുണ്ട്. ഞാൻ നിന്റെ അടുത്ത് പൊസസീവ്നെസ് ഇപ്പം നടന്നു തന്നെ എന്ന് പറയാൻ കേട്ടോ ആദർശ്. എന്നിട്ട് പറയുന്നുണ്ട് കാണിച്ചു തരാം, ഞാൻ നിങ്ങളെ കാണിച്ചു തരാം, എൻ്റെ പുറകെ നിങ്ങൾ പൊസസീവ്നെസ് അടിച്ചതിൻ്റെ പുറകെ നടക്കും. ആദർശ് പറയാണ് എത്ര നടക്കാത്ത സ്വപ്നം, ഒരിക്കലും നടക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് 2 പേരും അവിടെ വെല്ലുവിളി നടത്തുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മുടെ ആദർശ് ഓഫീസിൽ പോയിരുന്നിട്ട് അവൾ എഴുതിയതുപോലെ കുറേ പേപ്പർ എഴുതുന്നുണ്ട്. ആദർശ് ചോദിക്കുകയാണ് എന്നെ കൊള്ളത്തിലെന്ന് പറയുന്നതിന് നിനക്ക് ഒരു കാരണമെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പം നയന ഒരു 100 കാരണം പറയുന്നുണ്ട്. അതേസമയം തന്നെ നിങ്ങളുടെ നല്ല ഭാര്യ അല്ലെന്ന് ഞാനെന്ന് പറയാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടോ പറ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പം അതിന് മറുപടിയാണ് ആദർശ് പോയി അവിടെ പോയിരുന്ന് എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഈ സമയം പവിത്ര പറയാണ് അനി കുറേ നേരമായി സാറെന്തോ എഴുതിക്കൊണ്ടൊക്കെ ഇരിക്കുക, സമയം രാത്രി 7 മണിയായി, ഇനി ഞാൻ എങ്ങനെ വീട്ടിലേക്ക് പോവാം, ഞാൻ പോയ എന്നെ സാർ വഴക്കും പറയും, എന്താണെന്നൊന്ന് അനി നോക്കുമെന്ന് ചോദിക്കുമ്പോഴേക്കും ഞാൻ നോക്കിക്കോളാം പവിത്ര പോയിക്കോളാം പറയുന്നുണ്ട്. അങ്ങനെ അനി നോക്കാൻ പോകുമ്പോഴേക്കും കാണുന്ന കാഴ്ച ഒരു ഡെസ്ക് മുഴുവൻ ഇങ്ങനെ പേപ്പർ എഴുതി ചുരുട്ടിയിട്ടിരിക്കുകയാണ് കേട്ടോ. കാരണം നയന എന്തെങ്കിലും തെറ്റിയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ആദർശ് ഇതുവരെയുള്ള സംഭവങ്ങളൊക്കെ എഴുതി നോക്കുകയാണ്. പക്ഷെ അവൻ ഒരെണ്ണം പോലും കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ വരാനിരിക്കുന്ന സ്റ്റോറീസും ഡെയിലി എപ്പിസോഡ് റിവ്യൂസൊക്കെ നമ്മുടെ ചാനൽ അപ്ലോഡ്
ചെയ്യുന്നുണ്ട്, മിസ്സാവാതിരിക്കാണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇറ്റ്സ് മീ യാസി. താങ്ക്സ് ഫോർ വാച്ചിങ്.